ഹായ് ഹലോ നമസ്കാരം. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം GOAT വിജയുടെ ഗോട്ട് ഇന്ന് റിലീസായി. അപ്പോ വെങ്കട് പ്രഭു ഹീറോ എന്നാണ് വെങ്കട് പ്രഭുവിന്റെ ടൈറ്റിൽ. വെങ്കട് പ്രഭു ഗെയിം എന്നും വെങ്കട് പ്രഭു ഡയറ്റ് എന്നും ഒക്കെ ഇട്ട് ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് മേക്കിങ്ങിന്റെ ആളാണ്. വെങ്കട് പ്രഭുവിന്റെ ഫാനും കൂടെയാണ് ഞാൻ. അപ്പോ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയുടെ അവസാനത്തെ ചിത്രം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇനിയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ കണ്ടു, വലിയ മുൻധാരണകളൊന്നും ഇല്ലാതെ ട്രെയിലർ കണ്ട് കുറച്ച് നിരാശനായാണ് ഞാൻ തിയേറ്ററിൽ പോയത്. എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് പറയാം. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയ് ഡബിൾ റോളിലെത്തുന്നു. AI-യുടെ രൂപഭാവത്തിൽ ഒരു മകനും ഒരച്ഛനുമായിട്ടുള്ള റോള്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി വലിയ ധാരണകളൊന്നും ഇല്ലാതെ പോയതുകൊണ്ട്, വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് സിനിമ കുഴപ്പമില്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. വലിയ മഹാസംഭവം എന്നല്ല പറഞ്ഞത്, കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു. അതിന്റെ പ്രധാന കാരണം, പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് പടത്തിന്റെ സ്പീഡാണ്. നല്ല സ്പീഡുള്ള തിരക്കഥ, ഡയറക്ഷൻ, എഡിറ്റിംഗ്. പടം ബോറടിയില്ല. കാണുന്ന സീനുകളെല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതിപ്പോ കോമഡി, ഫാമിലി സീനുകളായാലും പരസ്പരമുള്ള കാര്യങ്ങളായാലും കോമഡി ആയാലും എന്തായാലും ഫാമിലി സെന്റിമെന്റ്സ് ഒക്കെ ആയാലും എല്ലാം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സംഭവങ്ങൾ ഇങ്ങനെ പറ പോകുന്നുണ്ട്. എല്ലാം സ്റ്റോറി തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ആവശ്യമുള്ള രംഗങ്ങളാണ് കൂടുതലും ഉള്ളത്. അനാവശ്യ രംഗങ്ങളൊന്നും അധികം ഉള്ളതായിട്ട് തോന്നിയില്ല. ഞാൻ പോസിറ്റീവാണ് പറയുന്നത്, നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ തോന്നി. പിന്നെ എന്താണ്, വേറൊന്നുമില്ല. ഇത് ഏറ്റവും പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പീഡാണ്. സ്പീഡ് തന്നെയാണ് ഒരു സിനിമ നമ്മളെ പിടിച്ച് നിർത്തുന്നതിന്റെ പ്രധാന ഒരു ഇത്. ഓഡിയൻസിന് ബോറടിക്കാതെ പോയി. അതിന്റെ പ്രധാന കാരണം സ്പീഡാണ്. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഞാൻ പ്രതീക്ഷയില്ല 3 മണിക്കൂർ പടം ഉണ്ടെങ്കിലും 179 മിനിറ്റ് റണ്ണിംഗ് ടൈം. അതിൽ പോലും ഏച്ചിൽ വലുതായിട്ട് ഫീൽ ചെയ്തില്ല. തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവസാനത്തെ കുറച്ച് ഭാഗങ്ങളിലാണ് എനിക്കൊരു ലാഗല്ല, ഒരു തീരുന്നില്ലല്ലോ എന്നൊരു തോന്നിയത്. അത് പടത്തിന്റെ പ്രധാന പോസിറ്റീവ്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. അതേ ഉള്ളൂ. ബാക്കി ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. ഇനി അഭിനേതാക്കളുടെ പ്രത്യേകത, വിജയ് ഡബിൾ റോളിൽ വന്നിട്ടുണ്ട്. ഡബിൾ റോൾ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആണ്. രൂപത്തിലും സ്വഭാവത്തിലും എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ്. അത് വിചാരിക്കുന്ന അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. 2 ക്യാരക്ടേഴ്സ് ഒരാളിൽ നിന്ന് ഒരു സിനിമയിലെ മുഴുനീള റോള് ചെയ്യണമെങ്കിൽ, സാധാരണ സിനിമകളെ പോലെ ഫ്ലാഷ് ബാക്കിൽ മാത്രം വരുന്ന ബിഗിലെ അച്ഛൻ റോള് പോലെയല്ല ഇത് ഏതാണ്ട് അവസാനം വരെ എല്ലാ സീനിലും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന അച്ഛനും മകനുമായിട്ടുള്ള 2 റോളാണ്. നല്ല ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള 2 ക്യാരക്ടേഴ്സ്, 2 രൂപമല്ല, 2 സ്വഭാവമുള്ള 2 ക്യാരക്ടേഴ്സ് ചെയ്യാൻ. അതില് പുള്ളിക്കാരനെ സമ്മതിച്ചു. എണ്ണി കാശ് വാങ്ങുന്നതിന് ഇങ്ങനെയുള്ള ഔട്ട്പുട്ട് കൊടുക്കണം. അതില് കാര്യമുണ്ട്. നല്ല പാടുപെട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ, ഇല്ലാന്ന് പറയുന്നില്ല. പിന്നെ നമ്മുടെ 90s കിടിലങ്ങളെ എല്ലാം കൊണ്ട് നിരത്തിയിട്ടുണ്ട്. പ്രഭുദേവ, പ്രശാന്ത്, പിന്നെ നടിമാരിൽ സ്നേഹ, ലൈല എല്ലാവരെയും നിരത്തിയിട്ടുണ്ട്. ഒരു 90കളുടെ സിനിമയുടെ ഒരു 2ാം പാർട്ട് കണ്ട ഒരു ഫീലായിരുന്നു. എല്ലാവരും കുഴപ്പമില്ല, ആവശ്യത്തിന് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും നല്ല അവരുടേതായ ക്യാരക്ടേഴ്സ് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട്. എങ്കിലും നമ്മളെ അണ്ണനുള്ളപ്പോൾ വേറെ ആർക്കും ഷൈൻ ചെയ്യാനൊന്നും പറ്റില്ല. അത് പൊതുവെ എല്ലാ സിനിമയിലും അങ്ങനെയാണ്. അതേപോലെ ഇതിലും അങ്ങനെയാണ്. ഫുൾ സ്കോർ ചെയ്തിരിക്കുന്നത് വിജയ് തന്നെയാണ്, എല്ലാം എന്ന് പറയുന്നില്ല. ഇനി അടുത്ത് തിരക്കഥ, സംഭാഷണം. അത്ര മഹാസംഭവമൊന്നുമല്ല, എങ്കിലും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ക്ലീഷേ, ഡ്രാമ, പിന്നെ ക്രിഞ്ച് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒരുപാടുണ്ട്. കണ്ടു മടുത്ത കഥ തന്നെയാണ്. ചാരപ്പണി, പ്രതികാരം, കുടുംബം, അച്ഛൻ മകൻ ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതില് പണ്ടത്തെ 90കളുടെ ഒരു കഥയിൽ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ കൂടെ ചേർത്ത് പുതിയതായ രീതിയിൽ ഒന്ന് കഥ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. വേറെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. തിരക്കഥ ബോറടിപ്പിക്കാതെ കൊണ്ടുപോയി. വലിയ പുതുമയൊന്നുമില്ല. പിന്നെ കൈയടിക്കാനുള്ള മാസ് ഡയലോഗുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് യുവൻ ശങ്കർ രാജയാണ്. പാട്ടുകൾ കുഴപ്പമില്ലാന്ന് തോന്നി. എനിക്ക് യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ അത്ര സംഭവമൊന്നും തോന്നിയില്ല. നമ്മുടെ തൃഷ ക്യാമിയോയിൽ വരുന്ന ഒരു പാട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയത് ആ പാട്ടാണ്. പാട്ടൊക്കെ മറന്നുപോയി. പക്ഷെ അറിയാമല്ലോ, അവന്റെ മകൻ വിജയും തൃഷയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ സോങ് ഉണ്ട്. കുറച്ചേ ഉള്ളൂ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പാട്ടൊന്നും ഓവർ ലെങ്തി അല്ല, എല്ലാം ഒരു പകുതിയിൽ അങ്ങ് തീർക്കുന്ന രീതിയിലാണ്. പിന്നെ സിനിമയിലെ ഏറ്റവും വലിയ മറ്റൊരു പോസിറ്റീവ്, റൊമാൻസിന് വേണ്ടി അനാവശ്യ സമയം കളഞ്ഞിട്ടില്ല. 3 മണിക്കൂർ സിനിമയിൽ പോലും അനാവശ്യമായ പ്രണയരംഗങ്ങളില്ല. സത്യം പറഞ്ഞാൽ ഒരു നായിക പോലും ഈ സിനിമയിലില്ല. അതായത് സ്നേഹമുണ്ട്, അമ്മ റോളാണ്. അല്ലാതെ ഒരു നായിക ഉണ്ടെങ്കിലും അതൊരു വലിയൊരു റൊമാൻറ്റിക് നായികയല്ല. ഒരുപാട് അനാവശ്യമായ റൊമാൻറ്റിക് സീൻ. വിജയുടെ പല സിനിമകളും നശിപ്പിക്കുന്നത് ആവശ്യമില്ലാത്ത റൊമാൻസാണ്.
തുപ്പാക്കി ആയാലും ബീസ്റ്റ് ആയാലും ഇതെല്ലാം അങ്ങനെയാണ്. പക്ഷെ ഇതില് ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്ന കാര്യം, വിജയുടെ ഒരു സിനിമയിലും ഇല്ലാത്ത പോലെ അനാവശ്യമായൊരു പ്രണയരംഗം അല്ലെങ്കിൽ പ്രണയത്തിന് വേണ്ടി ആവശ്യമില്ലാതെ സമയം കളയുന്ന പരിപാടി ഈ സിനിമയ്ക്കതില്ല. കഥയ്ക്ക് വേണ്ടി മാത്രം തന്നെയാണ് സിനിമ പോകുന്നത്. അത് വെങ്കട് പ്രഭു ആയതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ എന്ത് പറയാൻ, പിന്നെ സൗണ്ട് മിക്സ് ഒക്കെ അടിപൊളിയായിരുന്നു, ആവശ്യത്തിനുള്ള സറൗണ്ടും മറ്റു കാര്യങ്ങളും. പിന്നെ ഏറ്റവും അരോചകമായി തോന്നിയ ഒരു കാര്യം, എനിക്ക് സിനിമയിൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം, ആക്ഷന്റെ സിനിമാറ്റോഗ്രാഫി. അതായത് ആക്ഷൻ ചെയ്തിരിക്കുന്നതല്ല, ആക്ഷൻ കൊറിയോഗ്രാഫി അല്ല, അതായത് ആക്ഷൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്നതൊക്കെ പക്കയാണ്. പിന്നെ പട്ടായയിൽ വെച്ചൊക്കെ ഉള്ള ചേസിംഗ് സീൻ, റഷ്യ, എല്ലായിടത്തും വിദേശ രാജ്യങ്ങളിൽ വെച്ചുള്ള ചേസിംഗ് സീനും സ്റ്റണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി പാടാണ്. അങ്ങനെയുള്ള ലൊക്കേഷനുകളിൽ പോയി ആക്ഷൻ സീനുകളൊക്കെ ചെയ്യാൻ, മറ്റു രാജ്യങ്ങളിലെ തിരക്കേറിയ നഗരങ്ങളിൽ പോയി ആക്ഷൻ സീനുകളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ചെയ്തിട്ടുണ്ട്, കാശ് വാരി എറിഞ്ഞിട്ടുണ്ട്, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ ആക്ഷൻ എടുത്തിരിക്കുന്ന കാര്യത്തില് ആക്ഷന്റെ ക്യാമറയ്ക്കാണ് ഏറ്റവും വലിയ കുഴപ്പം. സ്റ്റണ്ട് വരുമോ, ക്യാമറയോ ആവശ്യമില്ലാതെ ഷേക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. നല്ല രീതിയിലാണ് സ്റ്റണ്ട് നടക്കുന്നത്, പക്ഷെ എങ്കിലും ഒരു വക ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ ക്യാമറ ആ സമയത്ത് ഡീൽ ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ഷോട്ടുകളൊക്കെ ഓക്കെയാണ്, ഏരിയൽ ഷോട്ട്, ഡ്രോൺ ക്യാമറയുണ്ട്. ഡ്രോൺ ക്യാമറയൊക്കെ സത്യം പറഞ്ഞാൽ ഇറിറ്റേറ്റിംഗ് ആണ്. നമ്മൾ മൈക്കൽ ബേയുടെ ആംബുലൻസ് ഒക്കെ കണ്ടിട്ടായിരിക്കും ചെയ്തത്, എങ്കിലും അങ്ങനെ തോന്നുന്നില്ല. അതൊക്കെ ആവശ്യമില്ലാത്ത ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. ആക്ഷൻ സീനിലുള്ള ക്യാമറ വർക്ക് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. എനിക്ക് മാത്രമല്ല, അത് ആർക്കും ഇഷ്ടപ്പെടില്ല. ആക്ഷൻ കാണാൻ പറ്റാത്ത രീതിയിലാണ്. സലിംകുമാർ പറയുന്ന പോലെ പുക മുഴുവൻ അടിച്ചുവിടണം, ആരും ഒന്നും കാണാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലാണ്. ആക്ഷൻ ആരും കാണാൻ പാടില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ആക്ഷൻ ചെയ്തിരിക്കുന്നത്. അത് ഒരു വലിയൊരു നെഗറ്റീവ്. പിന്നെ പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ, ഫസ്റ്റ് സീന് മുതൽ എൻഡ് സീന് വരെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചിരിക്കുന്നത് ഒറ്റ കാര്യമാണ്. പടത്തിലെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്നത് പറയാം, VFX, സ്പെഷ്യൽ എഫക്ട്സ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കോളമാക്കി തരുന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കാലം മാറി. 2024 കൽക്കിയും RRR ഒക്കെ വരുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട VFX വർക്കുകളൊക്കെ ചെയ്തു വെച്ചാൽ ആര് ഞെട്ടുമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ആർക്കും ഒരു ഞെട്ടലും തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു എന്തെങ്കിലും പറ്റുന്നത് ചെയ്യണ്ടേ. തറയിൽ നിന്ന് അടിക്കുന്നതിന് പകരം സ്റ്റേഡിയത്തിന്റെ മുകളിൽ പോയി അടിക്കുന്നു, തറയിൽ നിന്ന് ചേസ് ചെയ്യുന്നതിന് പകരം ട്രെയിനിന്റെ മുകളിൽ പോകുന്നു, ആവശ്യമില്ലാത്ത ലൊക്കേഷൻസിൽ പോയി ആവശ്യമില്ലാത്ത രീതിയിലുള്ള ആക്ഷൻസ്. ഇതൊക്കെ കണ്ട പണ്ട് 90കളിൽ നമ്മൾ മറ്റേ കുട്ടിക്കാലത്തൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എന്തോ പോലെയൊക്കെ തോന്നും. ഒന്നും തോന്നുന്നില്ല. അല്ലെങ്കിൽ പറ്റുന്ന പോലെ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്ത് കാണിക്കുക. അതാണ് ചൊണ. പെർഫെക്ഷനോട് കൂടി ചെയ്ത് കാണിക്കണം, അതാണ് ചൊണ എന്ന് പറയുന്നത്. അത് മൊത്തത്തിൽ പരാജയം. സിനിമയുടെ തുടക്കത്തിലെ സീൻ മുതൽ എൻഡിലെ സീൻ വരെ ഈ ഒരൊറ്റ കാര്യത്തിലാണ്. അത് കണ്ട് വെറുത്തു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഈ VFX ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും സമ്മതിക്കും, ഞാൻ മാത്രമല്ല, ഓരോരുത്തരും സമ്മതിക്കും. നമ്മൾ കാലം മാറി, അതനുസരിച്ചുള്ള മാറ്റം VFXൽ ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റ് എല്ലാം നമ്മൾ നടന്മാര് കൊണ്ടുപോയി കാണും. നടന്മാരും ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും കാസ്റ്റിന് കൊടുത്തത് എല്ലാം കൊടുത്തത് മിച്ചം കുറച്ച് കാശേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് വെച്ചായിരിക്കും ഒരു VFX ചെയ്തിങ്ങനെ ആക്കിയത്. പടത്തിൽ ഏറ്റവും വെറുപ്പിക്കുന്ന കേസ് ഒന്ന് VFX, പിന്നെ ആക്ഷൻ സിനിമാറ്റോഗ്രാഫി. ഈ രണ്ട് കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തത്. പിന്നെ പടത്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് ഇതാണ്, ഏത് സ്റ്റോറി പഴയ സ്റ്റോറിയല്ല, കഥയുടെ സ്പീഡ്, ഫ്ലോ, ഇതൊക്കെ ബോറടിപ്പിക്കാതെ പോയി. പിന്നെ അവസാനം, പിന്നെ ഇതൊരു സൈഫൈ ത്രില്ലർ എന്നൊക്കെയാണ് പറഞ്ഞു വന്നിരുന്നത്. പടം തീരുന്ന മൊമെന്റ്, അതായത് കഥ തീരുന്ന ഭാഗത്ത് എനിക്ക് അതുവരെ എനിക്ക് യാതൊരു ബോറടി സൈഫൈ ഒന്നും ഫീൽ ചെയ്തില്ല. ഒരു സൈഫൈ ഫീൽ ചെയ്തില്ല. ഞാൻ ഇതെങ്ങനെ സൈഫൈ ത്രില്ലറാകും? പക്ഷേ വെങ്കട് പ്രഭുവിന്റെ കഥയാണ്. ടൈറ്റിലെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കട്ട് സീൻ പോലത്തെ, അല്ലെങ്കിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലത്തെ ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന് ഒരു ഒന്നൊന്നര സൈഫൈ, അത് കണ്ടിട്ടായിരിക്കും ചിരിച്ചു പോകുന്ന ഒരവസ്ഥയായിരുന്നു. അത്രയ്ക്ക് വേണമായിരുന്നു എന്ന് തോന്നിപ്പോയി. അത് കുറച്ച് കടന്നുപോയി. നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ പ്രസ്റ്റീജ് ഒക്കെ കാണുമ്പോൾ കിട്ടിയ ഒരു ഫീൽ, ഇതെന്താണ് ഇത്രയും നേരം കണ്ടത്, അപ്പൊ ഇത്രയും നേരം കണ്ടത് എന്താണ് എന്നൊരു തോന്നൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നമ്മൾ വെങ്കട് പ്രഭു ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു. അത് വളരെ ബോറായി പോയി എന്ന് എനിക്ക് പറയാൻ പറ്റും. അതുവരെ കുഴപ്പമില്ല, അതൊരു നോർമൽ കഥയായിട്ട് പോയി. പിന്നെ എനിക്കൊരു വിജയുടെ പെർഫോമൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു. ഡ്രാമയൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകത ഡബിൾ റോൾ ചെയ്തിരിക്കുന്നത് ഭയങ്കര കലക്കി. പിന്നെ നമ്മളെ ട്രെയിലറിലൊന്നും കാണാത്ത ഒരു മഹാ സസ്പെൻസ് ഉണ്ട്. അച്ഛൻ മകൻ മാത്രമല്ല, ഇവർക്കിടയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത് ഞാനായിട്ട് പറയുന്നില്ല, ഇപ്പൊ തന്നെ എല്ലാം ഔട്ടായി കാണും. എങ്കിലും പിന്നെ VFXൽ മകന്റെ മുഖം VFXലൊക്കെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ആദ്യം കണ്ടപ്പോ എന്താ പോലെയൊക്കെ തോന്നി. പിന്നെ അങ്ങോട്ട് വലിയ പ്രശ്നമില്ല. പിന്നെ 14-15 വയസ്സുള്ള വിജയം കാണിച്ചിട്ടുണ്ട് AI ടെക്നോളജി വെച്ചിട്ട്. ഒരേ കുഴപ്പമേ ഉള്ളൂ, ഫിഗർ ഒന്നും വലിയ പ്രശ്നമില്ലെങ്കിലും
ചുണ്ടനങ്ങുന്നില്ല. അലറി വിളിച്ചാൽ പോലും ചുണ്ട് ഇങ്ങനെ അനങ്ങുള്ളൂ. ഉറക്കെ സംസാരിച്ചാൽ പോലും ചുണ്ട് ഇത്ര അനങ്ങും. ആ ഒരൊറ്റ കുഴപ്പമാണ് ആ ഫിഗറിന് ഫീൽ ചെയ്തത്. ഇമോഷൻസ് മുഖത്തിൽ വരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മളെ ക്യാപ്റ്റൻ വിജയകാന്തിനെയൊക്കെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. അത് മഹാബോറായിരുന്നു ഫേസ്. അത് ബോറല്ലാതിരുന്നത് അതൊരു മാസ്ക് ആയിരുന്നു എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ മനസ്സിലാവുന്നുണ്ട് അതൊരു മാസ്ക് ഇട്ടുള്ള പരിപാടിയാണ് എന്ന് മനസ്സിലായുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് വലിയ കംപ്ലൈന്റ് ഇല്ല. മാസ്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോ വെങ്കട് പ്രഭുവിന്റെ സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് വെങ്കട് പ്രഭുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാവരും മങ്കാത്ത എന്നൊക്കെ പറയും. എനിക്ക് മങ്കാത്ത ഇഷ്ടമാണ്. അതൊരു വലിയൊരു പടം എന്നുള്ള രീതിയിൽ. കൊച്ചു പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സരോജയാണ്. സരോജ, ബിരിയാണി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. പുള്ളിക്കാരൻ എപ്പോഴും ഒരു സിഗ്നേച്ചർ മിച്ചമിട്ട് വെച്ചിരിക്കും. പുള്ളിക്കാരന്റെ പടം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് വെങ്കട് പ്രഭുവിന്റെ പടമാണെന്ന്. പിന്നെ വെങ്കട് പ്രഭുവിന്റെ സ്പെഷ്യൽ കുറച്ച് അഭിനേതാക്കളൊക്കെ ഉണ്ട്. നമ്മളെ പ്രേംജി അമരൻ, വൈഭവ്, അവന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതിലും ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളെ ഫുൾ ടീമിനെ ഇറക്കിയിട്ടുണ്ട്, പണ്ടത്തെ ടീമിനെ. അതില്ലാതെ ഒരു കളിയില്ല വെങ്കട് പ്രഭുവിന്. അപ്പോ വെങ്കട് പ്രഭുവിന്റെ ബിരിയാണി, സരോജ, പിന്നെ ചെന്നൈ മറ്റേ ക്രിക്കറ്റിന്റെ ഫിലിം, അതൊക്കെ നല്ല സിനിമകളാണ്. പിന്നെ മാനാട്, പറയാൻ പറ്റുന്നത് മാനാട് വെങ്കട് പ്രഭുവിന്റെ സിഗ്നേച്ചർ അല്ല. ആ സിനിമ കണ്ട ഒരിക്കലും പറയില്ല വെങ്കട് പ്രഭുവിന്റെ സിനിമയാണെന്ന്. എങ്കിൽ പോലും അത് കിടുകിടുന്ന സിനിമയാണ്. നിങ്ങളെല്ലാം ഒന്നടങ്കം സമ്മതിക്കുന്ന കാര്യമാണ്. അതിന്റെയൊക്കെ സിഗ്നേച്ചർ അല്ല. ഇതൊരു നോർമൽ വെങ്കട് പ്രഭു സിനിമയല്ല. ഇതൊരു നോർമൽ ടിപ്പിക്കൽ വിജയ് സിനിമ. ഫാൻസിന് ആഘോഷിക്കാം, ഫാമിലി ആയിട്ട് പോയി കാണാം, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും യൂണിവേഴ്സലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു നല്ല ഫാസ്റ്റ് ത്രില്ലർ. ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, പഴയ ഒരു സ്റ്റൈൽ കഥയും പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ VFXന്റെ സംഭവങ്ങളും നല്ല ഗ്രാൻഡ് ആയിട്ട് ഈ വർക്ക് ഒന്ന് ചെയ്തെടുത്തിരുന്നെങ്കിൽ പടം സൂപ്പർ ആയിട്ട് വന്നേനെ, പക്ക ഔട്ട്പുട്ട് കിട്ടിയനെ. പക്ഷെ എന്തോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വ്യക്തിപരമായി ഈ സിനിമ തൃപ്തികരമായ ഒരു അനുഭവമായിരുന്നു. വൺ ടൈം വാച്ചബിൾ. ഇനി എന്നെ കാണാൻ വിളിച്ചാൽ ഞാൻ കാണില്ല. ഇതിൽ 1-2 സീനുകൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടാലും അല്ലാതെ സിനിമ മൊത്തത്തിൽ എനിക്ക് ഒന്നുകൂടെ കാണാൻ പറ്റില്ല. വൺ ടൈം വാച്ചബിൾ, ആൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ്. ചെറിയ രീതിയിൽ ഏതാണ്ട് ഞാൻ തൃപ്തനാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ഇട്ടാൽ മതി. ഓക്കെ, ബൈ.